കുറച്ച് കപ്പ, കുറച്ച് ഉപ്പുമാവ്. കപ്പയ്ക്ക് കൂട്ടാൻ വേണമല്ലോ, അതിന് ഇതാ മീൻ വറുത്തത്, പിന്നെ ഇച്ചിരി കാന്താരിമുളക് അരച്ചതും കട്ടൻ കാപ്പി. ഇത് കഴിക്കാനുള്ള ഒരുക്കമാണ് ഞാൻ. ഉണ്ടോ, എനിക്ക് വല്ലാതെ വിശക്കുന്നു, അതുകൊണ്ട് കഴിച്ചു തുടങ്ങി കേട്ടോ ഞാൻ. നിങ്ങൾ കഴിച്ച് കാണുമല്ലോ അല്ലേ? ഇപ്പം പിന്നെന്താ, ഈ മീൻ തികയുമെന്നറിയില്ല കേട്ടോ കപ്പയ്ക്ക്. കപ്പ കുറച്ചേ ഉള്ളൂ, എന്നാലും കണ്ടില്ലേ, കപ്പ കുറച്ചേ ഉള്ളൂ. അത്ര നല്ല കപ്പയല്ല കേട്ടോ, ശരിക്കും അങ്ങോട്ട് വെന്തിട്ടില്ല കപ്പ. മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും കളയാൻ പറ്റില്ല, മുഴുവൻ തിന്നണം. അതിൻ്റെ കൂടെ മുഴുവൻ എന്ന് പറയാൻ കുറച്ചല്ലേ ഉള്ളൂ. അത് എനിക്ക് ഇച്ചിരി വിശപ്പടക്കാനൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പുമാവും കൂടി എടുത്തു. രണ്ടും കൂടി ആകുമ്പം വിശപ്പടക്കാം. എന്തായാലും ഞാൻ കഴിക്കട്ടെ കേട്ടോ. കപ്പ ഉപ്പുമാവ് കപ്പ അങ്ങയുടെ കലശി കഴിക്കും കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കാപ്പി വെള്ളം കൂടെ കുടിക്കാം. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം ഞാൻ അങ്ങനെ കഴിക്കുന്നു. കട്ടൻ കാപ്പി കുടിച്ചു. ഇനിയിപ്പം കുറച്ച് കപ്പയും കുറച്ച് മീനും. കപ്പ കളയല്ല, ഞാനിത് കഴിക്കും. കുറച്ചേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ, കണ്ടില്ലേ. മീനാണേലും കുറച്ചല്ലേ ഉള്ളൂ. അത് ഈ കപ്പയ്ക്കുള്ള മീനേ കാണൂ, അത്രയും തരുമോന്നാവോ. എന്നാലും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ പറയാൻ ഞാൻ ക്ഷീണിച്ച് പോയി. എനിക്കത് കേട്ടപ്പോൾ വിഷമമായി കേട്ടോ. ക്ഷീണിച്ചാലേ ശരീരം എൻ്റെ തടിയെല്ലാം പോയെന്നും പറഞ്ഞ് അമ്മ എങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പം എനിക്ക് ആ കാര്യം മനപ്രയാസം. എന്തായാലും ഭക്ഷണം ഒന്ന് ഉഷാറാക്കണം. പിന്നെ ആരോ വിളിക്കുന്നുണ്ടോ? മനുഷ്യൻ ഭക്ഷണം കഴിക്കാനിരുന്നാലും ഇങ്ങനെ ആരെങ്കിലും വന്നുകൊണ്ടിരിക്കും. പിന്നെ എന്ത് ചെയ്യാനാ, കഴിക്കാൻ സമ്മതിക്കില്ല.